ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കളങ്കാവൽ റിവ്യൂലോട്ടാണ്. ഇപ്പം കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ. അപ്പോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ടാകുമെന്ന് വിചാരിച്ച് ഒരു മൈക്കില്ല, അപ്പോൾ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം കാണും. നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. കളങ്കാവൽ ഡയറക്ടർ ജിതിൻ കെ ജോസ്, റൈറ്റർ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാർ രണ്ടുപേർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്, കിടില മ്യൂസിക്. മുജീദ് മജീദാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിടില പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി. അപ്പോൾ എനിക്ക് പടം തുടങ്ങുന്നത് ഒരു 2005 ആ സമയത്തുള്ള ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. എനിക്കൊരു ഒരു വലിയൊരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ആവറേജ് ഒരു പടം. കാരണം ഇതിനകത്ത് മമ്മൂക്കയുടെ ക്യാരക്ടർ തന്നെ എടുത്ത് നോക്കുന്ന ഒരു സീരിയൽ കില്ലർ അത് അവർ വെളിയിൽ തന്നെ വിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആക്ടിങ് പുള്ളിക്കാരൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ചിലയിടങ്ങളിലൊക്കെ ഈ മമ്മൂക്ക അല്ല വേറെ ഒരാൾക്ക് ഈ ഒരു റോള് സ്യൂട്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ചില ആക്ടിങ്ങിൻ്റെ ബേസ് അല്ല, ഈ ഒരു റോള് മമ്മൂക്കയ്ക്ക് സ്യൂട്ടാകാത്തതിലൂടെ ചില ലേഡീസ്, ഇതിനകത്ത് ഒരുപാട് ലേഡീസ് ക്യാരക്ടറുണ്ട്. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ പടം കണ്ടു നോക്കുക. പക്ഷേ അതിനകത്തൊന്നും പുള്ളിക്കാരന് ആ മിണ്ടുന്ന സമയത്തൊന്നും ആ ഒരു ഒരു സീരിയൽ കില്ലറിൻ്റെ ആയാലും ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിനകത്ത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട് പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട്. അവിടെ ഒരു സൈക്കോ ക്യാരക്ടർ പോലെ തോന്നി. പിന്നെ പുള്ളിക്കാരൻ ആ ക്യാരക്ടർ പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് ഇൻ്റർവെല്ല് ആകുമ്പം ഏതാണ്ട് വലിയൊരു ട്വിസ്റ്റായിട്ടാണ് പടം കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. ഇൻ്റർവെല്ല് എനിക്കത് കണ്ടിട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ സമയത്ത് ഉള്ള ഒരു ട്വിസ്റ്റിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു വലിയ ട്വിസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അത് മറ്റൊരു റോള് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ വിനായകനും ജിബിൻ ഗോപിനാഥ് ഡേയ്സ് ഇറക്കാത്ത ആ പോറ്റി പുള്ളിക്കാരനെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇപ്പം പുള്ളിക്കാരൻ കത്തി നിൽക്കുന്നതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ അത്രയും പുള്ളിക്കാരൻ വന്നിട്ടില്ലെന്ന് തോന്നി. പിന്നെ ടോട്ടലി എനിക്ക് പറഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് പടമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ അത് ഗായത്രി അരുണൊക്കെ ഉണ്ട്. ഗായത്രി അത് ദീപ്തി IPS ആ ചേച്ചിയൊക്കെ ഉണ്ട്. പക്ഷേ കാര്യമില്ല, വലിയ റോളൊന്നുമില്ല. ഇൻ്റർവെല്ല് കഴിഞ്ഞ് പടം ഒരു സ്ലോ ബേസിലാണ് പോകുന്നത്. സ്ലോ ബേസിൽ പോയി ഇപ്പം ഈ എവിഡൻസ് മൊത്തം മൂക്കിന് തുമ്പത്ത് നമ്മൾക്ക് തന്നെ തോന്നും. മൂക്കിന് തുമ്പത്ത് അവർക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ അത് എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എടുത്തുകൂടാ എന്നുള്ള രീതി തോന്നും. പക്ഷേ അതൊന്നും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ അതെനിക്കൊരു മോശം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അല്ലാതെ മേക്കിങ്ങിൽ ക്യാമറ വർക്കും ഇതൊന്നുമല്ല, കളർ ഗ്രേഡിങ്ങും ഇതൊന്നുമല്ല. ആ ഒരു കാലഘട്ടം അവർ നല്ല രീതിയിൽ അത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഒരു സീരിയൽ കില്ലർ എന്നുള്ള പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പരിപാടി എനിക്ക് ഇതിനകത്ത് വർക്കായിട്ടില്ല. അങ്ങനെ വിനായകൻ കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകൻ്റെ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ തുടക്കമൊക്കെ വിചാരിക്കും പുള്ളിക്കാരനെ ചുമ്മാ കഥ പറഞ്ഞു കൊടുക്കുമ്പം ഡയറക്ടർ കഥ പറഞ്ഞു കൊടുത്തപ്പം പുള്ളി ഒന്ന് ഫിറ്റാക്ക്, കുറച്ച് നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം പുള്ളിക്കാരൻ ബോഡിയൊക്കെ നല്ല കിടിലും ഫിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ നല്ലോണം ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ടിങ്ങും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് റൈറ്റിങ്ങിൽ പോരായ്മകൾ തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സർജനെ വിളിച്ചു പറയുന്ന ഒരു സീനുണ്ട്. പുള്ളിക്കാരൻ ഈ സീരിയൽ കില്ലർ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ അങ്ങോട്ട് കൺവിൻസ് ആക്കി എടുക്കാൻ എനിക്കത് പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എനിക്ക് ഇപ്പോൾ പരിചയമില്ലാത്തവരുടെ അടുത്തെല്ലാം ഒരു രഹസ്യം വെറുതെ അങ്ങ് പറഞ്ഞു കൊടുക്കും. അവിടെയൊക്കെ എനിക്ക് ഒരു ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ആക്ടിംഗ് ബേസിലല്ല, എവിടേക്കോ സ്ക്രിപ്റ്റിങ്ങിൽ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ചിലവർക്കൊക്കെ ഇതൊരു വലിയ ഒരു പടമായിട്ട് തോന്നാം. പക്ഷേ ഇത് നമുക്ക് ചിലവർ ഈ കഥകൾ ഇൻവെസ്റ്റിഗേഷൻ ഇതേപോലെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുമല്ലോ, അതേപോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പടത്തിൽ എനിക്കത് മറക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ.